തുഞ്ചനും കുഞ്ചനും ഉള്ളൂരും ആശാനും വയലോപ്പള്ളിയുമെല്ലാം ജനിച്ച നാട്. ഓണവും ഓണപ്പാട്ടും വിഷുവും റംസാനും ക്രിസ്തുമസുമെല്ലാം ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ വീണ്ടും ഒരു ക്രിസ്തുമസ് വരവായി. ഈ ക്രിസ്തുമസിന് സാന്താ ക്ലോസ്, ഉമ്മർ ക്ലോസ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ പരസ്പരം ക്രിസ്മസ് സന്ദേശം കൈമാറാനുള്ള തിരക്കിലായിരിക്കും. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇത് തന്നെയാണോ യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ് പപ്പ? ഹാപ്പി ക്രിസ്മസ്. പപ്പ, ഞാൻ വന്നതറിഞ്ഞ് തൊട്ടിലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണല്ലേ. എനിക്ക് ആടാനാണോ? ഞാനിപ്പോഴും ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ്. തൊട്ടിലാടുന്നത് കാണണോ? മാറി നിന്നോളൂ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? എന്താണത്? ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീറ്റിംഗ് കാർഡ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. സന്ദേശങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു? എഴുതി തുടങ്ങുന്നു, ചെയ്തിരിക്കുന്നു. എഴുതി തുടങ്ങിയിരിക്കുകയാണ്. അതിങ്ങടുത്തേ, ഞാനങ്ങ് വരാം. കൊള്ളാം, മനോഹരമായിരിക്കുന്നു. ഇതിങ്ങനെ തുറക്കാമല്ലേ? അതെ. വാതിലുള്ള ക്രിസ്മസ് കാർഡ്. പിടിക്കേ. അല്ല, ഞാനങ്ങ് വരാം. എന്നാ പിടിച്ചോളൂ. പിന്നെ ഇതെന്താണ്? കാർഡ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ആർക്കാ അയക്കുന്നേ? കൂട്ടുകാരിയുടെ പേരിവിടെ നോക്കട്ടെ. അത് ശരി. നിങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങളെയൊക്കെ ഫ്രാൻസിസ് ഡിക്രൂസ് പെരേര എന്നൊക്കെയാണല്ലേ വിളിക്കുന്നത്. ഫ്രാൻസിസിന് കാർഡ് അയച്ചിട്ട് പെണ്ണുങ്ങൾക്ക് അയക്കുന്നു. മോളെ ഇതാ പിടിക്കുക. ഓക്കെ, എന്തായാലും കൊള്ളാം. നിങ്ങളുടെ കോളേജിലെ പിള്ളേർ സ്വന്തമായിട്ട് കാർഡ് ഉണ്ടാക്കുന്നു, സ്വന്തമായി കേക്ക് ഉണ്ടാക്കി കഴിക്കുന്നു. പാപ്പോയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കിനി ഒരുപാട് ചുറ്റി നടന്ന് കാണാനുണ്ട്. ഞാൻ പോട്ടെ. മിഠായി വേണ്ടേ? ഓക്കെ, പിടിച്ചോളൂ. ഹാപ്പി ക്രിസ്മസ്. ഒന്ന് തൊണ്ട് തുറന്ന് പറയാൻ. ഒന്നുകൂടെ ആടിയിട്ടേ പോകുന്നുള്ളൂ. മാറി നിൽക്ക്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. You're there, the son you gave us, oh my Lord. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. Oh my Lord, you sent your son to save us, oh my Lord. You're very son you gave us, oh my Lord. എന്നെ കാണാതെ ഒളിപ്പിച്ചു വെച്ചു അല്ലേ? കുട്ടിയില്ല. Oh my Lord, we have just come to touch you, oh my Lord. Good to you we know about you, oh my Lord. We would കൊണ്ടുവന്ന മിഠായി തീർന്നുപോയി. തടി തപ്പുന്നതാ നല്ലത്. അപ്പൊ ഇനി തൃശൂർ ഹൈറോഡിലെ ആഘോഷ തിരക്കിലേക്ക്. ഹാപ്പി ക്രിസ്മസ്. നിങ്ങളുടെ സാന്താ ക്ലോസ് എത്തിക്കഴിഞ്ഞു. ഹാപ്പി അല്ലേ? ഹാപ്പിയാണല്ലേ? അതെ, ഈ തൃശൂർ ഹൈറോഡ് എന്ന് പറയുമ്പോൾ സ്വർണ്ണാഭരണ ഷോറൂമുകളുടെ ഒരു നീണ്ട നിരയാണ് ഞാൻ കണ്ടത്. അതെ, അതുപോലെ തന്നെ നിങ്ങൾ തൃശ്ശൂരുകാർക്ക് ക്രിസ്തുമസിന് സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടെന്ന് കേട്ടു. അതെന്തെന്നറിയാതെ ഞാൻ പോകില്ല. വെള്ളയപ്പം, ഇറച്ചിക്കറി, കിണ്ണത്തപ്പം മനോഹരമായിരിക്കുന്നു. പിന്നെ പോർക്കുണ്ട്, ബീഫുണ്ട്, പിന്നെ കരിമീനുണ്ട്, സ്മാളുമുണ്ട്. വൈകുന്നേരമാണോ? ഉച്ചയ്ക്ക് തുടങ്ങുകയാണ്. അടിച്ച് വീലാകില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വീറ്റ്സ് കഴിക്കണം. ഇനി നമുക്ക് വെള്ളരിപ്രാവിന്റെ മനസ്സുള്ള കുരുന്നുകളുടെ ക്രിസ്തുമസ് ആഘോഷം
എന്താണെന്ന് നോക്കാം. ഹാപ്പി ക്രിസ്മസ്. എല്ലാരും ഒന്ന് പറഞ്ഞേ ഹാപ്പി ക്രിസ്മസ്. പച്ചമാങ്ങ. പോയി പറയുന്നത് ഏറ്റു പറയണം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, പാവപ്പെട്ടവരെ സ്നേഹിക്കുക, മനസ്സിൽ നന്മയുണ്ടാകുക. മനസ്സിലായില്ലേ? നമ്മൾ കുഞ്ഞുനാളിൽ ശീലിക്കുന്ന ശീലങ്ങളാണ് നമുക്ക് മരണം വരെ കൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നല്ലവരായി വളർന്നു വരണം. ഉറക്കെ പറഞ്ഞേ ഓക്കേ. മോനെ, യേശുവിൻ്റെ അച്ഛൻ്റെ പേരെന്താണ്? ജോസഫ്. യേശു എവിടാണ് ജനിച്ചത്? ബെത്ലഹേമിൽ. മനോഹരമായിരിക്കുന്നു. ഇനി പാപ്പോയി നിങ്ങൾക്ക് മിഠായി തരാൻ പോവുകയാണ്. ഇനി ചില നേതാക്കന്മാരുടെ രസകരമായ ക്രിസ്തുമസ് സന്ദേശം വായിച്ചു നോക്കാം. മനോഹരമായിരിക്കുന്നു. അടുത്തെന്താണ്? सल्लू और विवेक कितना अच्छा केक बनाते थे. അതെന്താ? ഐശ്വര്യ ആലോചിക്കുക, സൽമാൻ ഖാനും വിവേക്കുമില്ലേ, പണ്ടത്തെ അവര് ഇതിനേക്കാളും നന്നായി ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കുമായിരുന്നു. ഓ, പഴയ കാമുകന്മാർ. അപ്പൊ അറിയാലേ അതൊക്കെ. ഓക്കെ ഓക്കെ. ആരാണിത്? മനസ്സിലായില്ലേ? ഇത് നമ്മുടെ പാകിസ്ഥാൻ. ഓ, മുഷറഫ്. അതന്നെ. എന്താണ് എഴുതിയിരിക്കുന്നത്? See, I have given up my uniform. You know why? It's Xmas time. എന്ന് വെച്ചാൽ മുഷറഫ് തന്റെ യൂണിഫോമേ നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ആയി തന്നു. ഗിഫ്റ്റ് ആയിട്ട് തന്നതൊന്നുമല്ല. ഞാൻ പറഞ്ഞു തരാം. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ ഈ മുഷറഫിന്റെ യൂണിഫോം അടിച്ചു വച്ചതും ഭവാൻ. എന്താണ്? നമ്മുടെ ലീഡറുടേതാ. ആ, ലീഡർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീ പോ മോനെ മുരളി, അടുത്ത 10 വർഷത്തേക്കുള്ള കേക്ക് ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞെന്ന്. ഓ, എന്ന് വെച്ചാൽ ലീഡർ ജീനി 10 വർഷം ഇവിടെ ജീവിച്ചിരിക്കുമെന്ന്. കേമൻ തന്നെ ലോകം അറിയപ്പെടുന്ന നേതാക്കന്മാരുടെ മെസ്സേജ് എല്ലാം നമ്മൾ വായിച്ചല്ലോ. ഇനി ഈ ഉമ്മർ ക്ലോസ് നിങ്ങൾക്ക് കുറെ മെസ്സേജ് തരാം. അതെ, സാന്താ ക്ലോസ് അല്ല, ഉമ്മർ ക്ലോസ്. മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. ഇതെന്താണ്? It's for you, my dear children. ഞങ്ങൾക്കോ? തീർച്ചയായിട്ടും. Thank you, Papa. അതെ, എനിക്ക് പ്രിയപ്പെട്ട കുട്ടികൾക്ക് പാപ്പോയി മുട്ടായി വിതരണം ചെയ്യാൻ പോവുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വർഷത്തെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? വളരെ ക്ഷേമമായിട്ട് നടക്കുന്നു. പതിപോലെ എല്ലാ വർഷത്തേക്കാൾ മനോഹരമാക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുക. ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ ഈ ഇടവകയുടെ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ മനോഹരമാക്കാൻ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പുൽക്കൂട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വളരെ നേരത്തെ പുൽക്കൂടിനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അത് നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ഈ പോപ്പോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? അവർക്ക് പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ നിങ്ങൾ ആസൂത്രണം ചെയ്ത്, ഉദാഹരണമായിട്ട് പുൽക്കൂട് മത്സരം, അവർക്കതൊക്കെയാണല്ലോ. പുൽക്കൂട് ആണല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ടത്. പുൽക്കൂട് മത്സരം ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട മറ്റു പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ശരി, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു വെരി മച്ച്. With faithful leaves unchanging. Jingle bells.
ആരുമില്ലേ ഇവിടെ? ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് പപ്പ. വരൂ ഇരിക്കൂ. ക്രിസ്മസ് പപ്പ വന്നില്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കാരണം ക്രിസ്മസിന്റെ തലേന്നായിട്ട് എല്ലാ പ്രാവശ്യം വരേണ്ടതാണ്. അതെ. അപ്പോ എന്തൊക്കെയാണ് പിന്നെ സാന്താക്ലോസ് അപ്പൂപ്പ വിശേഷം? നോ നെവർ, ഞാൻ സാന്താക്ലോസ് അല്ല, ഉമ്മർ ക്ലോസ്. അതെ, എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളെ വിളിക്കൂ. കുട്ടികളുണ്ട് ഇവിടെ. എന്തോ ഹായ് അച്ചു, ഹായ്, ഹാപ്പി കണ്ണാ. ക്രിസ്മസ്, ധാരാ വന്നിട്ടുണ്ട് കാണാൻ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. അപ്പോ അല്ല, എന്താണ് ഈ ഉമ്മർ ക്ലോസ് എന്ന് പറഞ്ഞത്? എല്ലാം ഞാൻ വിശദീകരിക്കാം. ഞങ്ങളുടെ അഭിനയത്തിന് ശേഷം ഒരു പയ്യൻ, കോമഡി ചെയ്യുന്ന പയ്യൻ വന്നതറിയാമോ? അതാരാ? ഇന്നച്ചൻ. അവനിപ്പോ മഹാബലിയായി വിലസുകയല്ലേ? എന്റെ അമ്മേ. കറക്റ്റ്. അല്ല മോളെ, മോള് ഉമ്മൂക്കനെ കണ്ടിട്ടുണ്ടോ സിനിമയില്? കണ്ടിട്ടുണ്ട്. എന്തായാലും വളരെ നന്നായി. അല്ല, ഇവിടെയൊക്കെ വില്ലനായിരുന്ന ആളല്ലേ ഉമ്മൂക്ക. എങ്ങനെയാണ് നിങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ ഇങ്ങോട്ട് സാന്താക്ലോസ് ആയിട്ട് ഇത്ര നല്ലവനായിട്ട് വന്നത്? കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നായകനായി വിലസിയിരുന്ന പലരും അവിടെ വില്ലന്മാരാണ്. നായികമാർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. അതെ, അതുകൊണ്ട് വില്ലനായ ഞാൻ സാന്താക്ലോസ് ആയിട്ട് ഇവിടെ വന്നു. മറ്റൊരു കാരണം കൂടെയുണ്ട്. ഈ വില്ലന്മാരിൽ കാണാൻ സുന്ദരൻ ഞാനാണ്. യാതൊരു സംശയമില്ല. വില്ലന്മാരിൽ മാത്രമല്ല, നായകനായിട്ടും കുറെ സിനിമകളുണ്ട്. അതിലും അതീവ സുന്ദരനായ ഒരു നായകനെയും വില്ലനെയും ഒരുമിച്ച് കണ്ടത് ഉമ്മൂക്കായുടെ അഭിനയത്തിലാണ്. ഓക്കേ, അത് ശരിയാണ്. പിന്നെ നിങ്ങളിൽ ആരാണ് മനോഹരമായിട്ട് പാടുന്നത്? നല്ല ക്രിസ്തീയ ഗാനം. നല്ല ക്രിസ്തീയ ഗാനങ്ങളുണ്ടല്ലോ സിനിമയില്. ഒരുപാട് പാട്ടുകളുണ്ട്. യെരൂശലേമിലെ സ്വർഗദൂത യേശുനാഥ എന്നുവരും, വീണ്ടും എന്നുവരും, എൻ്റെ മെഴുകു വിളക്കിൻ മുന്നിൽ എന്നുവരും ദൈവപുത്ര യെരൂശലേമിലെ സ്വർഗദൂത യേശുനാഥ. വളരെ പിന്നെ മനോഹരം. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ വേറൊരു പ്രത്യേകതയും ഉണ്ട്. വെള്ളി നക്ഷത്രങ്ങൾ ചിറകടിച്ച് വരുമ്പോ എല്ലാവരും ചില്ല് പാത്രത്തിൽ നിറയ്ക്കുന്ന ഒരു ദിവസമാണ്. ചില്ല് ഗ്ലാസ്സിൽ നിറയ്ക്കുന്ന ഒന്നുണ്ടല്ലോ, മദ്യം. വീഞ്ഞ് എന്ന് പറയണം. ഓക്കേ. ആ. പിന്നെ നിറയ്ക്കൂ, പൊട്ടിച്ചിരിക്കൂ, ചില്ലുപാത്രങ്ങൾ നിറയ്ക്കൂ, വെള്ളി നക്ഷത്രങ്ങൾ ചിറകടിച്ചെത്തും ക്രിസ്തുമസ് രാത്രിയാക്കൂ. അത് കേട്ടില്ലേ പാട്ടൊക്കെ? മനോഹരമായിരിക്കുന്നു. ഇവർക്കെല്ലാം ഞാൻ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, കുട്ടികൾക്ക് ക്രിസ്മസ് ആയിട്ട് കേക്കും മിഠായിയും എല്ലാം വളരെ ഗംഭീരായി. അടിപൊളി നാരങ്ങ മിഠായി. ഓഹോ, ഏത് മോഡലാ? പുതിയ മോഡലാ. കഴിക്ക്, ഒരെണ്ണം താഴെ പോയി കഴിക്ക്. ചേട്ടനും ഇരിക്കട്ടെ. അല്ല, നമുക്ക് മിഠായിയിലങ്ങ് ഒതുക്കുകയാണോ ക്രിസ്മസ് ആയിട്ട്? ഇത് കഴിച്ചാൽ മതി, പാപ്പയുടെ കയ്യിൽ വേറൊന്നുമില്ല. അല്ല, ഈ കൊല്ലം ഇതുപോലത്തെ മിഠായിയിലൊക്കെ നമ്മുടെ ക്രിസ്മസ് എല്ലാവർക്കും ആഘോഷിക്കേണ്ടി വരുന്നതാണ് തോന്നണത്. കാരണം ഇങ്ങനെ ഈ സാധനങ്ങൾക്കൊക്കെ ഇങ്ങനെ വില കൂടി കഴിഞ്ഞാൽ എങ്ങനെയാ സാധാരണക്കാര് ക്രിസ്മസ് ആഘോഷിക്കുക? അപ്പൊ ഒന്ന് പറ. അതല്ലേ മന്ത്രി പറഞ്ഞത്? മുട്ട കഴിക്കൂ, പാല് കുടിക്കൂ, ഓഹോ, ചിക്കൻ കഴിക്കൂ. ഓ, പണ്ട് മുതലേ ചിക്കൻ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടല്ലോ, എനിക്കറിയാം. അതാണ് എന്റെ ഗ്ലാമറിന്റെ രഹസ്യം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ക്രിസ്മസിന്റെ ഇടയ്ക്ക് ഒരു ഹർത്താൽ വന്നാൽ ചെയ്യും? ഞാനാണ് ക്രിസ്മസ് പാപ്പ എന്നറിയാൻ ഹർത്താൽ വെക്കാൻ ഇവനൊക്കെ ഒന്നും മടിക്കും. എങ്ങനെ? ഭസ്മമാക്കി കളയും. ഇഷ്ടപ്പെട്ടോ അപ്പൂപ്പനെ? അപ്പോൾ എനിക്കിനി നിൽക്കാൻ സമയമില്ല. ഒരുപാട് കുട്ടികളെ കാണാനുണ്ട്. അതെ അതെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇനി അപ്പോൾ നമുക്ക് എപ്പോൾ കാണാം? അടുത്ത ക്രിസ്മസിന് കാണാം. നായകന്മാരെല്ലാവരും കൂടി എന്നെ ഇങ്ങോട്ട് അയക്കുകയാണെങ്കിൽ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എല്ലാ നായകന്മാരും കൊണ്ടുവരണം. ഓക്കെ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് ടു യു. ഹാപ്പി ക്രിസ്മസ് ടു യു. ഹാപ്പി ക്രിസ്മസ് ടു യു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് ഒക്കെ ഏതുവരെയായി? ഓക്കെ. ക്രിസ്മസിന് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയോ? ഉണ്ണിയേശുവിനെ അതിനകത്ത് വെച്ചു. ഓക്കെ. അപ്പോൾ പാപ്പോയി നിങ്ങൾക്ക് വേണ്ടി
ഒരു മാജിക് കാണിക്കാം. അറിയാന്നുള്ളവർക്ക് ഈസി, അറിഞ്ഞൂടാത്തവർക്ക് ഭയങ്കര പാടാണ്. ഓക്കെ? ഓം ക്രീം ഹുൽജ സിം സിം. എന്താണിത്? പിടിക്ക്. ഹാപ്പി ക്രിസ്മസ്. ദൈവമേ, സമയത്തിനിത് കയ്യിൽ വന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ചമ്മിപ്പോയേനെ. Mary's boy. വളരെ മനോഹരമായിരിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്. And hear a choir of angels sing. Music seems to come from afar. ഇനി നമുക്ക് വളരെ മനോഹരമായ ഇസ്രായേലേ ഇസ്രായേലേ എന്ന കരോൾ ഗാനം ആസ്വദിക്കാം.
1.5 മണിക്കൂറോ? അത്രയും സമയം ഞാൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്കിപ്പോ തന്നെ കേക്ക് വേണം, വേഗം. അയ്യോ പപ്പാ, നീ ടെൻഷൻ ആവുന്നു വേണ്ട, ഞങ്ങൾ ഓൾറെഡി കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ശരി. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas from the bottom of my പപ്പാനിക്ക് ഇനിയും ഒരുപാട് ചുറ്റിക്കാണാനുണ്ട്. ഹാപ്പി ക്രിസ്മസ്. I wanna wish you a Merry Christmas. I wanna wish you a Merry Christmas. റോക്ക് മ്യൂസിക്. Ooh.
മനോഹരമായിരിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്, Happy Christmas! ഹാപ്പി ക്രിസ്മസ്. Happy Christmas!